ഓണത്തിനായിട്ട് ഇനി ഒരു മാസം കൂടി ഉണ്ടെങ്കിലും ഇപ്പോഴേ ഒരു റെസ്റ്റ് ഇല്ലാത്ത വർക്കാണ്. അപ്പോൾ നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ ഇപ്പോഴും ആളുകളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓർഡേഴ്സിൻ്റെ എല്ലാം എംബ്രോയ്ഡറി വർക്കും കൂടിയൊക്കെ ചെയ്ത് തീർക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതിനിടക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം അടുത്തൊരു പാഴ്സൽ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരത്തെ ഒരു തിരക്കിൽ എനിക്കത് പൊട്ടിച്ചു നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കുട്ടിയുടെ ഡിസൈൻ ചെയ്യാനുള്ള സെറ്റ് മുണ്ടുകളാണ് കേട്ടോ. പിന്നെ ഇത്തവണയാണെങ്കിലും ഓണത്തിനെല്ലാം നമ്മൾ എംബ്രോയ്ഡറിയിൽ തന്നെ ഫോക്കസ് ചെയ്തേക്കണതാണ്. സ്റ്റിച്ചിങ് വിഷയത്തിൽ ഇപ്പോൾ ഇരിക്കാൻ തന്നെ സമയം കിട്ടണില്ല. പിന്നെ നൈനുമാണ് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അവളുടെ സ്റ്റിച്ചിങ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു എംബ്രോയ്ഡറിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ ചാനലിന് വേണ്ടിയിട്ട് കണ്ടന്റ് നോക്കി നടക്കുന്ന സമയത്താണ് ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് ബൾക്കായിട്ട് മേടിച്ച് വെച്ച ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഒരു കുട്ടി ഫ്രോക്ക് ചെയ്തെടുത്തത് കേട്ടോ. ഞാൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് കൊടുത്തെന്നല്ലാതെ ഈ ഒരു ഫ്രോക്കിനുള്ള എല്ലാ ക്രെഡിറ്റും നൈനുവിന് തന്നെയുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറി വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഫ്രോക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 5 വയസ്സ് വരെയുള്ള അളവിൽ നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും കേട്ടോ.